ഹലോ ഗൈസ്, അപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഏറ്റവും അടുത്ത് കറങ്ങാൻ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത്. എപ്സ്റ്റീൻ. നിങ്ങൾക്ക് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് S2 നെയ്ഡർ ഹൗസിന് എടുത്തിട്ടുണ്ടെങ്കിൽ വെറും 25 മിനിറ്റിൽ ഈ സ്പോട്ടിലെത്താം കേട്ടോ. ഇവിടെ ഭയങ്കര ഭംഗിയാണ്. വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വേറെ എവിടെയോ എത്തിയൊരു ഫീലിംഗ് ആണ് കേട്ടോ. അവിടെ ഫ്രീ ആയിട്ടൊരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്നേ നമുക്ക് ആ കാസിൽ കാണാം കേട്ടോ. ആ കാസിലാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ അവിടേക്കുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ മെല്ലെ ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ. നാട്ടിലൊക്കെ എത്തിയ പോലെ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നാട് പോലെയല്ല, എന്നാൽ ഭയങ്കര ഒരു ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലേ ഇങ്ങനെ നടന്ന് ഞങ്ങൾ വേറെ കുറേ മലയാളികളെയും കണ്ട്. അവരിവിടെ മുകളിൽ തന്നെ ഒരു കൈസർ ടെമ്പിളോ അങ്ങനെ എന്തോ ഒരു സ്ഥലം, പക്ഷെ അവിടേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം പോകാൻ. ഞങ്ങളൊരു വൈകുന്നേരം ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും അവിടെ പോകുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ എപ്സ്റ്റീൻ്റെ കാസിലെത്തി ഗൈസ്. അവിടെ എത്തുമ്പോൾ അവിടെ നമുക്ക് 5 യൂറോ ആണ് പെർ പേഴ്സൺ ടിക്കറ്റ് വരുന്നത്. അതുപോലെ അത് 5 മണിക്ക് പൂട്ടും. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അത് കഴിഞ്ഞായിരുന്നു. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കണ്ടില്ലെങ്കിലും അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട്. അവിടെ തന്നെ ഒരു പാർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ കളിച്ചും കുറേ പേര് ഊഞ്ഞാലാടിയും പിന്നെ കറങ്ങുന്ന സാധനം ഇതുപോലത്തെ കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ കയറി ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ കാസലിൻ്റെ വേറൊരു വഴിക്ക് ബാക്കി കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. അവിടെ ചെന്നാലും നമുക്ക് ആ ഒരു ടൗണിൻ്റെ ഫുൾ ഒരു വ്യൂ കിട്ടും കേട്ടോ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൈസർ ടെമ്പിൾ ഞങ്ങൾ നോക്കിയായിരുന്നു. അതൊരു മല പോലെയാണെന്നാണ് പറഞ്ഞത്. മുകളിലെത്തുമ്പോൾ ഒരു ബിൽഡിങ്ങും അങ്ങനെ എന്തോ ആണ്. പോകാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷെ നമ്മൾ എന്തായാലും അവിടെ പോകും കേട്ടോ. നിങ്ങളിവിടെ വെറുതെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ പോകാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ബൈ.